ഹായ് എവ്രി വൺ, വെൽക്കം ടു മോംസി. നമ്മളുടെ കുട്ടികൾക്ക് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? സാധാരണ ഈ സമയത്ത് നമ്മളെല്ലാവരും പറയുന്നത് കുട്ടികൾ ആസ്വദിക്കട്ടെ, അവരൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്നാണ്. ബട്ട് ഒരു ചെറിയ ചോദ്യം, ആർ വി ജസ്റ്റ് പാസിംഗ് ടൈം, അതോ നമ്മളൊരു കുട്ടിക്കാലത്തെ ഷേപ്പ് ചെയ്യുകയാണോ? ഈ അവധിക്കാലം വെറുതെ തീർന്നു പോകാനുള്ളതാണോ, അതോ അവർക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാനുള്ളതാണോ? ബിക്കോസ് ഐ ട്രൂലി ബിലീവ് ഓരോ കുട്ടിയും വെറുതെ വളരുകയല്ല, അവർ ഓരോ വ്യക്തികളായി മാറുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ഈ ചെറിയ പ്രായത്തിൽ. അത് വളരെ പവർഫുൾ ആയ ഒരു പ്രായമാണ്. ദിസ് ഈസ് വെർ ദെയർ കോൺഫിഡൻസ് ഈസ് ബിൽഡ്. ഈ പ്രായത്തിലാണ് അവരുടെ സെൽഫ് വർത്ത് രൂപപ്പെടുന്നത്. നമ്മൾ നൽകുന്ന ഒരു ചെറിയ സ്നേഹം പോലും അവരുടെ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും. ശരിക്കും നമ്മളുടെ കുട്ടികൾ വളരെ സിമ്പിളാണ്. ദ ലേൺ ബൈ വാച്ചിങ് ഹസ്. നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് അവർ ഓരോരുത്തരും പഠിക്കുന്നത്. നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ അവർക്ക് വലിയ സുരക്ഷിതത്വം തോന്നും. ബട്ട് നമ്മൾ എപ്പോഴും ബിസിയാണ്, നമ്മളുടെ ഫോണിലാണ്, അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് പ്രഷറിലാണെന്നുണ്ടെങ്കിൽ അവർ പതുക്കെ അവരുടെ കൊച്ചു ലോകത്തേക്ക് ഒതുങ്ങിപ്പോകും. അവധിക്കാലത്ത് അവർക്കൊരു ഫോൺ കൊടുക്കാനോ അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കാനൊക്കെ വലിയ എളുപ്പമാണ്. ബട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഫുൾ അറ്റൻഷൻ ഒന്ന് കൊടുത്തു നോക്കൂ. ഇറ്റ്സ് വാല്യൂ ഈസ് ട്രൂലി പവർഫുൾ. ശരിക്കും നമ്മളുടെ മക്കൾക്ക് വലിയ വിലയുള്ള കളിക്കോപ്പുകളുമൊന്നുമല്ല ആവശ്യം. അവർക്ക് വേണ്ടത് നമ്മളുടെ പ്രസൻസ് ആണ്. അതുകൊണ്ട് ഈ വെക്കേഷൻ നമുക്ക് ഒരുമിച്ച് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്താലോ? എവ്രി ഡേ ഒരു ചെറിയ കഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ലെസൺസ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആക്ടിവിറ്റി. അത് ശരിക്കും നമ്മുടെ കുട്ടികളെ പെർഫെക്റ്റ് ആക്കാനല്ല, പകരം അവർക്കൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ദേ ആർ ലൗഡ് ഓർ ദേ ആർ ഇനഫ്. ആൻഡ് പാരൻസ്, വി വിൽ ഗ്രോ ടുഗദർ. ഒരിക്കൽ നിങ്ങളുടെ മക്കൾ വളരും, അന്ന് നിങ്ങൾ അവർക്ക് വാങ്ങി നൽകിയ കളിപ്പാട്ടങ്ങളൊന്നും അവർ ഓർത്തു എന്ന് വരില്ല. ബട്ട് ദേ വിൽ റിമെമ്പർ ഹൗ യു മെയ്ഡ് ദം ഫീൽ. അതുകൊണ്ട് ഈ വെക്കേഷൻ നമുക്ക് വെറുതെ പാഴാക്കി കളയണ്ട. ഇഫ് യു ആർ എ പാരന്റ്, ജസ്റ്റ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.